എന്താണ് വിനോദ ഇത്? ഇനി വിഷമിച്ചിട്ട് എന്ത് കാര്യം വിനോദേ? വിനോദേ, പുകയ്ക്കുന്ന കാലം, പുകച്ചുരുൾ പറത്തുന്ന കാലം, ഓരോ ഉച്ഛ്വാസ നിശ്വാസങ്ങളിലും സ്വയം മറന്നിരുന്ന കാലം. പുകയ്ക്കുന്ന കാലം, പുകച്ചുരുൾ പറത്തുന്ന കാലം, ഓരോ ഉച്ഛ്വാസ നിശ്വാസങ്ങളിലും സ്വയം മറന്നിരുന്ന കാലം. കൂട്ടുകാരനന്നു തന്ന മാന്ത്രിക ചുരുൾ വലിച്ചു പാറി പറന്നിരുന്നു. മയക്കത്തിൻ ലഹരിയിൽ ഞാൻ എന്നെ മറന്നിരുന്നു. കൂട്ടുകാരനന്നു തന്ന മാന്ത്രിക ചുരുൾ വലിച്ചു പാറി പറന്നിരുന്നു. മയക്കത്തിൻ ലഹരിയിൽ ഞാൻ എന്നെ മറന്നിരുന്നു. കണ്ണൊന്നടച്ചാൽ ഭ്രാന്തൻ ചിന്തകളിൽ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ലഹരിയിൽ ചിരിച്ചും കരഞ്ഞും വെറുതെ കൊഞ്ഞണം കുത്തിയിരുന്നു. ലഹരിയിൽ ചിരിച്ചും കരഞ്ഞും വെറുതെ കൊഞ്ഞണം കുത്തിയിരുന്നു. എന്നാൽ അതൊന്നുമല്ല ഇപ്പോൾ. ഇന്നിവിടം രാസലഹരികൾ വാഴുന്നിടം, എങ്ങും രക്തക്കളങ്ങളും കറകളും. ഇന്നിവിടം രാസലഹരികൾ വാഴുന്നിടം, എങ്ങും രക്തക്കളങ്ങളും കറകളും. മൂക്കിനും നാവിൻ തുമ്പിലൂടെയും ലഹരിയതു ഞരമ്പിലൂടെയും തുളച്ചു കയറിടുമ്പോൾ മാറ്റിടുന്നു എല്ലാം നീ നിന്നെ തന്നെ. മാറ്റിടുന്നു എല്ലാം നീ നിന്നെ തന്നെ. പിന്നെ ലഹരിതൻ കുന്തളിപ്പ്, പിന്നെ ലഹരിതൻ കുന്തളിപ്പ്. എന്താണ് ഏതാണ് ആരാണ് ഓർമ്മ പോലുമില്ല. പിന്നെ ലഹരിതൻ കുന്തളിപ്പ്. പിറ്റെന്നു പത്രവാർത്ത ചാനൽ ക്യാമറകൾ കൊന്നു നീ നിന്റെ അമ്മയെ. പിറ്റെന്നു പത്രവാർത്ത ചാനൽ ക്യാമറകൾ കൊന്നു നീ നിന്റെ അമ്മയെ. പെങ്ങളെ മക്കളെ, മാറണ്ടേ മക്കളെ, നമുക്ക് മാറ്റണ്ടേ. മാറണ്ടേ, നമുക്കു മാറ്റണ്ടേ. മാറണം, നമ്മൾ മാറ്റിടേണം. ഈ ലോകവും പിന്നെ ലഹരിയും
മാറണം നമ്മൾ മാറ്റിടേണം ഈ ലോകവും പിന്നെ രാസലഹരിയും ലഹരി വേണം അതു ജീവിതം എന്ന മാന്ത്രിക ലഹരി അതു ജീവിതം എന്ന മാസ്മരലഹരി അതു ജീവിതം എന്ന മാന്ത്രിക ലഹരി അതു ജീവിതം എന്ന മാസ്മരലഹരി. നമ്മളിവിടെ കണ്ടത് കേവലം ഒരു വിനോദിൻ്റെ മാത്രം കഥയല്ല. ലഹരിക്കടിമപ്പെട്ട് പൊള്ളയായ സൗഹൃദങ്ങൾ കൊണ്ട് ജീവിതം തെളിച്ച ഒരുപാട് വിനോദമാരുടെ കഥയാണിത്. ചിരിച്ചുകൊണ്ട് സൗഹൃദഭാവത്തിൽ നമ്മെ സമീപിക്കുന്ന ഒരു വ്യക്തിയുടെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുകയും ചീത്ത വശങ്ങൾ തള്ളിക്കളയുകയും ചെയ്യേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഈ കാലഘട്ടത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തം കൂടിയാണ്. സൗഹൃദവും ലഹരിയും ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് തകർത്തെറിഞ്ഞത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങളിവിടെ കണ്ടത്. നല്ലൊരു ഭാവിയുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ തെറ്റായ സുഹൃത്തുക്കൾ ലഹരിയുടെ ലോകത്തേക്ക് വലിച്ചിഴച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കടന്നു വരാറുണ്ട്. ചിലർ നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവരായിരിക്കാം. ചിലർ ഇതുപോലെ ലഹരിയിൽ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നശിപ്പിക്കുന്ന കൂട്ടരായിരിക്കാം. നിങ്ങൾ തീരുമാനിക്കൂ ഇതിൽ ഏത് കൂട്ടുകാർ നിങ്ങളുടെ ഒപ്പം വേണമെന്ന്. കാരണം ജീവിതം നിങ്ങളുടേതാണ്. ഈ കവിതയിൽ സുഹൃത്താണോ ലഹരിയാണോ വില്ലൻ എന്ന ചോദ്യം പ്രസക്തമല്ല. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സുഹൃത്തുക്കളുടെ നല്ല വശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് പ്രസക്തമാണ്. എന്തായാലും ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്നൊരു മെസ്സേജാണ് ഞങ്ങളിതിൽ കൂടെ തരുന്നത്.